നമുക്കറിയാമോ ഡോക്ടർ ഉണ്ടോ? 10 ദിവസം മുമ്പ് എന്താണ് അങ്ങനെയാണ് രോഗത്തിൽ എങ്ങനെയുണ്ടോ? ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ, ഞങ്ങൾ അറിയുന്നില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നേ സമരമാണെന്ന്. കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട നിതിൻ രാജിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ദളിത് സമൂഹം നടത്തിയ ഒരു ഹർത്താലിന്റെ ചെറിയ ശലകങ്ങളാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ആദ്യം എന്റെ വീഡിയോയിൽ ഇൻട്രോ ആയിട്ട് കണ്ടത്. അപ്പം നമ്മളെല്ലാരും ഈ ഒരു ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാരും സഹകരിച്ച ഒരു കാര്യമാണ്, മീഡിയാസ് ഉൾപ്പെടെ സഹകരിച്ച ഒരു കാര്യമാണ്. എന്നാൽ അതിന്റെ മൂർധന്യാവസ്ഥ കുറച്ച് കൂടി വന്നപ്പം ആ ഒരു ഹർത്താലിന്റെ അതിന്റെ രീതിയും കാര്യവും മറ്റും എല്ലാം മാറി വന്നപ്പോഴത്തേക്ക് മീഡിയാസ് അടക്കം പുറകോട്ട് വലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹർത്താലൊക്കെ ആയിക്കോ, ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു നിതിൻ രാജിന്റെ മരണത്തോട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും. പക്ഷെ ഒരുമാതിരി വകതിരിവില്ലാത്ത ഒരു എന്താ പറയുക, ഡാഡിയില്ലാത്തരം കാണിക്കുന്ന ഒരുമാതിരി പരിപാടിയാണ് ഇന്നലെ ഈ ഒരു ഹർത്താലിന്റെ പേരിൽ അങ്ങോളം ഇങ്ങോളം വെച്ചത്. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തിരുവല്ലയില് ഒരു ക്യാൻസർ പേഷ്യന്റിനെ തടയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ മോശമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മയും കുഞ്ഞിനെയും അവരെ കയർത്തുകൊണ്ട് സംസാരിക്കുന്ന രീതി കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഒരു കൈക്കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ നേരെയില്. പിന്നെ ഇതിനകത്ത് ഒരാള് ഒരു പുരുഷൻ വന്നിട്ട് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്ത ആൾക്കാരെ, അതായത് 2 വീലറിൽ പോയി വണ്ടി തടയുന്ന ഹർത്താൽ അനുഭാവികളെ തടയുന്ന ഒരു ആളെ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഹർത്താലിന്റെ പേരിൽ ഇവർ അഴിച്ചുവിട്ടിരുന്ന ആക്രമണം അതീവ ഗുരുതരമായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പം കോടതി നേരിട്ട് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി ഇതിന്റെ പേര് നല്ല കട്ടക്കലിപ്പിലായിരുന്നു, നേരിട്ട് കേസ് എടുത്തു. വളരെ നല്ല കാര്യം. അപ്പൊ കോടതി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTVയുടെ ദൃശ്യത്തോടെ അതിന്റെ സഹായത്തോടെ ഈ ഇതിന് ആഹ്വാനം ചെയ്ത സംഘടനക്കെതിരെയും ഇതിന് പ്രതിഷേധമായിട്ട് ഇറങ്ങിയവർക്കും CCTVയുടെ ദൃശ്യങ്ങൾ വെച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ട് കേസ് ചർച്ച ചെയ്തോളാൻ പറഞ്ഞു. വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരുവല്ലയിൽ ഒരു ക്യാൻസർ പേഷ്യന്റിനെ തടഞ്ഞതാണ്. അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് എന്നൊക്കെയാലും ഈ ഒരു ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് ഇവന്മാര് അഴിച്ചുവിട്ട കുറച്ച് മോശമായിട്ടുള്ള പ്രകടനം. എന്നാലും നിതിൻ രാജിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയെങ്കിലും ഇത് ആ കുട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് തോന്നിയത്. അതല്ല, ദളിത് സമൂഹത്തോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവരെന്ത് കാണിച്ചാലും നമ്മൾ വായും പൂട്ടി മിണ്ടാതിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇവരൊരു ദളിത് എന്നുള്ള ഒരു ടാഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും കാണിക്കാം, എന്തും ഞങ്ങൾക്ക് ഇവിടെ പോകും എന്ന് പറഞ്ഞ ആ ഒരു അഴിഞ്ഞാട്ടം അത്ര ശരിയായ നടപടിയല്ലല്ലോ, അല്ലേ? അപ്പൊ കുറച്ച് വിഷ്വൽസ് നമുക്ക് കണ്ടിട്ട് വരാം. നമുക്കറിയാമോ ഡോക്ടർ ഉണ്ടോ? 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച എന്താണ് അങ്ങനെയാണ് രോഗത്തിൽ എങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാരെന്ന് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാമോ? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാണോ കേട്ടോ? നിങ്ങൾ എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് നടന്ന മുഴുവൻ ഹർത്താൽ രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. ജനങ്ങൾ സഹകരിച്ചാൽ മതിയോ? രോഗം വന്നത് ചോദിച്ചിട്ടാണോ? നോട്ടീസ് അടിച്ചോ? രോഗം തന്നെ നിങ്ങൾ എനിക്ക് പോകാൻ പറ്റണ്ട. എന്റെ ശാരീരിക ഞങ്ങൾ ഇത് പ്രഖ്യാപിച്ചാണ് അന്ന് തന്നെ പോകണം. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിക്കല്ലേ ഹർത്താൽ? 6 മണിക്കല്ലേ? ഞങ്ങളുടെ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം. ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല. മസിൽ പിടിച്ചോണ്ട് വിടില്ല. ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, ആശുപത്രി പോകാൻ വന്നതാണ്. അപ്പോഴാണ് ഇവരുടെ ഹർത്താലും കാര്യങ്ങളും. ഇത് 10 ദിവസം മുന്നേ ആഹ്വാനം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പ്രകോപനം മൊത്തം. അപ്പം ഒരു ക്യാൻസർ പേഷ്യന്റ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ ഒക്കെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഇവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലായില്ല. എന്താണെങ്കിലും കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാത്തിനും അടിച്ചോടിച്ച് അവിടുത്തെ SIയുടെ ഇത് അഭിനന്ദനീയമാണ്. പുള്ളി വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ കണ്ടു നോക്കാം. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ, ഞങ്ങൾ അറിയുന്നില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നേ സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാത്തതാ കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ?
നാളെ ഒരു കാലത്ത് അവന്മാരുടെ വീട്ടിലായിരുന്നു അവന്മാർ ഇത് ചെയ്തനെ. അവന്മാരുടെ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? അവരിപ്പോ പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ന്യൂസ് കണ്ടില്ലേ? നിങ്ങൾ അത് കണ്ടില്ലേ? ഇത് കണ്ടില്ല? നമ്മൾ കണ്ടു, സമ്മതിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ ഇല്ലേ? അയാൾ പറഞ്ഞു കേട്ടു. പിണറായിയോട് പറയുന്നത് എന്ത്? പിണറായിയോട് ഈ ഭരണം വന്നതോട് കൂടിയാണ് ജനങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. മനസ്സിലായോ? ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു, നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്നു എനിക്ക് ഉറപ്പ്. ഇതൊന്ന് മറ്റൊന്ന് ഇങ്ങനെ ഒരു വണ്ടി ഒരു കാര്യമില്ല. സർക്കാരിന്റെ വണ്ടി പിടിച്ചു വെക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നടന്നു പോയിട്ട് നടന്നു പറഞ്ഞിട്ട് ഇറക്കിട്ട് വണ്ടി പിടിച്ചു കൊടുക്കും. അത് വേറെ വണ്ടിയാ, അത് വണ്ടിയിലെ ഓടിക്കുന്നത്. നടന്നു പോയിട്ട് പിടിച്ചു കൊടുക്കോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇന്നലെ ഹർത്താലുകളുടെ പോക്ക്. അപ്പൊ എന്തായാലും പൊതുമുതൽ മാത്രം നശിപ്പിച്ചില്ല എന്നൊരു കാര്യത്തിൽ മാത്രം ആശ്വാസമുണ്ട്. എന്തുകൊണ്ടും അത് മാത്രം തൊട്ടില്ല. ബാക്കി എല്ലാം കൊണ്ടും ഇവന്മാരുടെ അഴിഞ്ഞാട്ടമാണ് ഇന്നലെ എന്നാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. നമ്മളെല്ലാരും സഹകരിച്ചു, ശരിയാണ്, ആ കൊച്ചിന്റെ നീതിക്ക് വേണ്ടിയിട്ട്, നിതിൻ രാജിന് വേണ്ടി നമ്മളെല്ലാരും രംഗത്തിറങ്ങി. പക്ഷെ എന്ന് വെച്ച് അസുഖം വരുന്നത് ഒരു കുറ്റമല്ല. അസുഖം എപ്പോ വേണേലും വരാം. അപ്പം അങ്ങനെ വരുന്നവരെ പോലും ഒരു ആശുപത്രി പോലും വിടാതെ ഈ പിടിച്ചു വെക്കുന്ന ഈ രീതി, ഈ ധാർഷ്ട്യത്തോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവന്മാരെയൊക്കെ ആദ്യമേ അടിച്ചു വാരി അവനെയൊക്കെ എടുത്ത് ജയിലിട്ട് 2 പൊട്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കാലും ഹൈക്കോടതി ഇടപെട്ട് ഇത് ചെയ്തിട്ടുള്ളത് തന്നെ അത് കോടതിക്ക് വളരെ ഒരു അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കോടതി ഇന്നലെ അവധിയായിട്ട് പോലും അവര് നിർദ്ദേശം വെച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ഏതൊക്കെയായാലും ഇതൊക്കെയാണ് ഇന്നലെ കാട്ടിക്കൂട്ടി പ്രവർത്തനം. ഇതിനോടൊന്നും യോജിക്കാൻ നമുക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.